ഇതെപ്പോഴാണ് നമ്മൾ ജയിക്കണത്? ഇപ്പോഴൊരു മൂർഖപ്പാമ്പ് വന്നെന്ന് പറഞ്ഞില്ലേ, മൂർഖൻ പാമ്പ് വന്ന് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ചേച്ചി എന്നാ പറഞ്ഞത്? എൻ്റെ മക്കൾ റേഞ്ചില്ലാത്ത കാരണം ചാടി ചാടി പുറത്തേക്ക് രാത്രി പോകുമ്പോൾ എനിക്ക് പേടിയാണ്, അവരെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മൂർഖൻകാരുകാരെ ഞാൻ പറഞ്ഞില്ല. മാതാവിനോട് പറഞ്ഞ്, കൃപാസനം മാതാവേ, എനിക്ക് പാമ്പിനെ കാണിച്ചു തരണമേ. സിമ്പിളായിട്ടാണ് പ്രാർത്ഥിക്കണത്. ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് മാത്രം ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മൂർഖനെ കൊണ്ടുവന്ന് മുമ്പിൽ കാണിച്ചു തന്നു. അനങ്ങാതെ അത് കിടന്നതല്ലേ പറയണേ, അല്ലേ? ആ ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാം ദൈവം ഇപ്പം നമ്മൾ യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയാം. ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കാം. അപ്പോഴെന്താ സംഭവിക്കണം? നമ്മൾ രക്ഷ പ്രാപിക്കാം. രക്ഷ ആരാണ്? ഈശോ. അപ്പോൾ ഈശോയെ ഈസിയായി പ്രാപിക്കാൻ, ഈശോ ഈസ് ഈസി, അതാണ് ഉടമ്പടി നമ്മളോട് പറയണത്. എന്താ പറയണത്? ഈശോ ഈസ് ഈസി, അതാണ് ഉടമ്പടി പറയണത്. ഈശോയെ ഈസിയായി പ്രാപിക്കാനുള്ളൊരു മാർഗ്ഗമാണ് എന്താണ്? ഉടമ്പടി. ഉടമ്പടിയുടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ റോമ 10:9 നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴും നമ്മൾ രക്ഷ പ്രാപിക്കുന്നു, ഈശോനെ പ്രാപിക്കുകയാണ്. ഈശോനെ പ്രാപിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലുമാണ് നമ്മൾ ഈശോനെ പ്രാപിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ആലിസ് ജോണിൻ്റെ സാക്ഷ്യം എന്താ? അവളുടെ ജീവിതത്തിൽ വർഷങ്ങളായി, ഏതാണ്ട് 4 നൂറ്റാണ്ടോളവുമായി സഹോദരനുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടകരമായ ആന്തരിക സംഘർഷങ്ങളാണ്. അതുമൂലം ഉണ്ടാകാവുന്ന, സഹോദരനോട് ഭിന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആധ്യാത്മികമായിട്ടുള്ള പലതരത്തിലുള്ള പരീക്ഷീണാവസ്ഥകളുണ്ട്. പ്രാർത്ഥനയെ തന്നെ അത് ബാധിക്കും. പക്ഷേ പരിശുദ്ധ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ ആകസ്മികമായിട്ടല്ലേ, പെട്ടെന്നല്ലേ വലിയ മാറ്റങ്ങൾ കുടുംബ ബന്ധങ്ങളിലുണ്ടാവണത്. ദൈവരാജ്യം ഉണ്ടാകുകയാണ് ഉടനെ. എന്ന് പറയല്ലേ, ഞങ്ങൾ പണ്ട് പഠിച്ചതാണ്. ഗ്രീക്കാണെന്നേ ഉള്ളൂ, അന്നും അറിയാൻ പാടില്ല ഗ്രീക്ക്, ഇന്നും അറിയാൻ പാടില്ല. പക്ഷെ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. എന്താണ്? ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണെന്ന്, അല്ലേ? നമ്മൾ തന്നെയായ ദൈവരാജ്യത്തെ അമ്മ ഉണർത്തിക്കൊണ്ടുവരും. സഹോദര സ്നേഹത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ദൈവരാജ്യം കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നീതിയുടെയും ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. റോമ 14:7 വായിക്കുമ്പോൾ ദൈവരാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അതാണ് ഉടമ്പടി ഡോക്ടർ ആലിസ് ജോണിന് കൊടുത്തത്. ദൈവരാജ്യത്തിലാണ് അവരെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ദൈവരാജ്യത്തിലാകാൻ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കേണ്ടതല്ലേ? മത്തായി 12:20 ഈശോ പറയും, ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ ഹൃദയത്തിൻ്റെ തികവെന്ന് പറയുന്നത് ആരാ? ഈശോയാണ്. ഈശോ എന്താണ്? ഈശോ ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൻ്റെ തികവാണ്. ആ തികവിൽ നിന്നാണ് എന്ത് സംഭവിക്കേണ്ടത്? അധരങ്ങൾ സംസാരിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ വരേണ്ടതാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്, അതിന് തികവിൽ നിന്നാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരേണ്ടത്. അതാണ് പ്രാർത്ഥനാപരം. ആ പ്രാർത്ഥനാപരത്താൽ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ,
അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയത്തിൻ്റെ അധരങ്ങളിൽ ദൈവാത്മാവിൻ്റെ ശക്തി അഭിഷേകമായി അധരം കൊണ്ട് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ, ഹൃദയത്തിൽ അവൻ മരിച്ച പുതിയ ദൈവമാണെന്ന് വിശ്വസിക്കാൻ, ഉടമ്പടിയിൽ കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ നീട്ടി യേശുവേ രക്ഷക രക്ഷക പാടാം. കർത്താവേ നാഥനേ അധിക വിശ്വാസത്തോടെ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശു കർത്താവാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കൈകൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. യേശുവേ രക്ഷക രക്ഷക കർത്താവേ നാഥനേ എല്ലാവരും യേശുവേ രക്ഷക രക്ഷക കർത്താവേ നാഥനേ. Praise the Lord. Praise the Lord. ജെറമ്യ 12:2 അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട് എന്ന് പറഞ്ഞേ. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്. ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് അപ്പോൾ സ്ഥാനമില്ല. പ്രാർത്ഥിക്കുമ്പോഴെന്താ? ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനം ഉണ്ടാകണം. ജെറമ്യ 12:2 അധരത്തിൽ അവർക്ക് സ്വസ്ത്രമുണ്ട്, അങ്ങേക്ക് സ്ഥാനമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ സ്ഥാനമില്ല. ഈശോ എന്നാ പറഞ്ഞത് 12:34 ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കണം. ഉടമ്പടി നിബന്ധനകളാണ് ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമുണ്ടാക്കുന്നത്. പ്രാർത്ഥനകൾ അധരത്തിൽ നിന്നും ഉണ്ടാവരാകാം, പക്ഷേ പ്രഖ്യാപനങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എവിടുന്നാണ് വരണത്? ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ചില ആൾക്കാരുടെ ഉടമ്പടി വെളുപ്പിന് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും സന്ധ്യക്കുള്ള പ്രാർത്ഥനയേ ഉള്ളൂ, അധരം കൊണ്ടേ ഉള്ളൂ. കാരുണ്യ പ്രവൃത്തിയില്ല, പ്രേക്ഷിത പ്രവർത്തനം ഒന്നുമില്ല, ഹൃദയത്തിൽ യേശുവിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? അതിനാനുപാതികമായിട്ട് അനുഭവങ്ങൾ കുറഞ്ഞിരിക്കും, വരണ്ടിരിക്കും. ആർക്കെങ്കിലും ഉടമ്പടിയുടെ അനുഭവങ്ങൾ വരളുന്നുണ്ടെങ്കിൽ, വരേണ്ടതാകുന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളുണ്ടോ, കാരുണ്യ പ്രവൃത്തിയുണ്ടോ, പ്രേക്ഷിത പ്രവർത്തനമുണ്ടോ, ഹൃദയത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥികർത്താവായ ദൈവമേ, പ്രവർത്തനങ്ങളിലൂടെ ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനമുള്ളതുപോലെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയില് അത് പ്രഖ്യാപിക്കാൻ, ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനം പ്രാർത്ഥനയിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരന്തരം അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദാനങ്ങളെ പാലിച്ച് കാണുവാൻ അങ്ങ് കൊതിക്കുന്നത് പോലെ അതിനപേക്ഷിതമായി ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രാർത്ഥനാഭിഷേകത്തിലൂടെ ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കാൻ, ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനം നൽകാൻ, അധരം കൊണ്ട് മാത്രമല്ല ഹൃദയത്തിൽ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് എന്ന് പ്രഘോഷിക്കാൻ, അങ്ങേക്ക് സാക്ഷ്യമാകാൻ ഉടമ്പടിയിലാണ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജുബിൻ. ഞാൻ കായംകുളത്തിനടുത്ത് ചാരമൂട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2023 മെയ് 23 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ കൈയാകുന്ന പത്രം എന്നെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുന്നതാണ് സത്യം. പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു കടയാണ്. സാധാരണ പോലെ തന്നെ ഒരു പത്രം കൊണ്ടുവന്ന് എല്ലാവരും കൊടുത്തിട്ട് പോയി. അമ്മ വൈകുന്നേരം വീട്ടിൽ വന്നപ്പം പത്രം എന്നെ കാണിച്ചു. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് എടുത്ത് നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അതിലെ സാക്ഷ്യങ്ങളാണ്. ആ സാക്ഷ്യം കണ്ട്
ഞാൻ തൊട്ട് പിറ്റേന്ന് തന്നെ, എൻ്റെ വീട് ഒത്തിരി ദൂരെയാണ് എങ്കിൽ പോലും പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കൃപാസനത്തിലോട്ട് വന്നു. കൃപാസനത്തിലെത്തുന്ന സമയത്തും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയോ വ്യക്തമായൊരു ബോധ്യം എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ പോയി ക്ലാസ്സിനിരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ ബ്രദർ പറയുകയുണ്ടായി, കൃപാസനത്തിൽ മാജിക്കൊന്നും നടക്കുന്നില്ല, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് കർത്താവ് എന്നെ തോന്നിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ച എൻ്റെ പഠിത്തം തന്നെ ആയിരുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് പഠിത്തത്തിലുണ്ടായ പോരായ്മകളും ബാക്ക് പേപ്പേഴ്സും എന്നെ ഒത്തിരി മാനസികമായിട്ട് തളർത്തി. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് 4 ബാക്ക് പേപ്പർ ആയിരുന്നു എനിക്ക്. ഉടമ്പടി എടുത്തതിന് ശേഷം അത് 7 ഉയർന്നു. അത് ഒരിക്കലും എന്നെ തളർത്തിയില്ല. അച്ഛൻ പറയുന്ന പോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന സമയത്ത് ക്ലേശതകളും ഭാരങ്ങളും നമുക്ക് കൂടും. പക്ഷേ ഞാൻ തളരാതെ പിടിച്ചു നിന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെ ഫലമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഒരിക്കലും വിഷമിച്ചില്ല, തളരാതെ പിടിച്ചു നിന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാരത്തോൺ സപ്ലി എന്നൊക്കെ എല്ലാവരും കളിയാക്കി പറയും. എങ്കിൽ പോലും അത് വലിയൊരു ഫലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ വന്നു. ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്ത് എക്സാമിൻ്റെ ടൈം ആയപ്പം അച്ഛനെയും കൊണ്ട് വന്ന് ഇവിടെ ഹാൾ ടിക്കറ്റ് കൊടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ആ എഴുതിയ പേപ്പറുകളെല്ലാം എനിക്ക് കിട്ടി. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ആണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. എങ്കിലും എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നെങ്കിലും 4ാമത്തെ സെമ്മിൻ്റെ മാത്രമേ ക്ലിയർ ആകാൻ ഒത്തിട്ടുള്ളൂ. ബാക്കി പേപ്പറുകളുണ്ട്. പക്ഷേ നന്നായിട്ട് എഴുതിയതാണ്. അടുത്ത തവണ ഞാൻ വീണ്ടും എക്സാം എഴുതിയ സമയത്ത് എനിക്കതിൽ 2 പേപ്പറേ കിട്ടിയുള്ളൂ. വീണ്ടും കൊണ്ട് ഒരെണ്ണം ബാക്ക്. അത് എന്താ കിട്ടാത്ത, ഞാൻ നന്ന ചോദ്യം എഴുതിയതാണ്, പക്ഷേങ്കിലും അത് കിട്ടിയില്ല. അന്നേരമാണ് എൻ്റെ കഴിവിനേലുപരി ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിടെക് പഠിക്കുന്നവർക്ക് ഗ്രേഡ് വരുമ്പം F ഗ്രേഡാണ്. അത് 33 മാർക്കേ ഉള്ളൂ, 40 മാർക്ക് വേണം പാസ്സാകാൻ. ഞാനൊരു ദിവസം ഇതുപോലെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ചിട്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ റീവാലുവേഷനും ആ സമയത്ത് കൊടുത്തു. അത് തോറ്റോണ്ടാണ് റീവാലുവേഷൻ കൊടുത്തത്. ചുമ്മാ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് നോക്കിയ സമയത്ത് എൻ്റെ കണ്ണ് പെട്ടെന്ന് പ്രീവിയസ് ഗ്രേഡിലോട്ട് കയറി ഒന്ന് കണ്ണ് തട്ടി. ഞാൻ നോക്കിയപ്പം P കിടക്കുന്നു. ഈ F ഗ്രേഡ് വന്ന് 33 മാർക്ക് കിട്ടിയ പേപ്പർ യൂണിവേഴ്സിറ്റി പോയി മാതാവ് ഡയറക്റ്റ് തിരുത്തിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. എൻ്റെ കൂട്ടുകാർ പോലും അത് വിശ്വസിച്ചില്ല. അങ്ങനെ എനിക്ക് ആ സബ്ജക്റ്റ് ക്ലിയറായി. എങ്കിലും ഞാൻ ആ അടുത്ത പിന്നീട് എൻ്റെ സെമസ്റ്ററുകളെല്ലാം വന്നു. 7 ആയി, 8 ആയി. അങ്ങനെ എൻ്റെ 8ാമത്തെ സെമസ്റ്റർ ബിടെക്കിൻ്റെ പഠിത്തം കഴിയാത്ത സമയത്ത് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഞാൻ ഈ കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ, അവിടെ RCC അടുത്താണ്, RCCയിലോട്ട് പോയി പത്രം കൊടുക്കാൻ. ഞാൻ RCC പോയ സമയത്താണ് പെട്ടെന്ന് ഒരു പയ്യൻ എൻ്റെ ഒരു പരിചയമായത്. അവൻ്റെ പേര് ബ്ലസൻ ആണ്. അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവന് അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു തുക കൊടുത്തു. എങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പ്രത്യേകിച്ച് അവർക്ക് ഒരു ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ നിന്ന് വീട് മാത്രമേ ഉള്ളൂ. ചേച്ചിയും അമ്മയും അടങ്ങുന്ന ചെറിയൊരു കുടുംബം. പപ്പ മരിച്ചുപോയി. അപ്പം അവൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അന്നേരം തന്നെ മനസ്സിനൊരിതുണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് പോലെ കിട്ടി. ഞാൻ കൊച്ചിൻ VPSCയിലെ സ്റ്റാഫായി. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നടാ, ഇവിടുന്ന് കിട്ടുന്ന ആദ്യത്തെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ആ പയ്യൻ്റെ സഹായത്തിന് നമുക്ക് കൊടുക്കണം. ഞങ്ങൾ അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ പയ്യനെ കാണാൻ പോയി. അവന് പൈസ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അവരുടെ ചേച്ചി എന്നെ വിളിക്കുകയുണ്ടായി. അവന് കൗണ്ട് 2 ലക്ഷം കഴിഞ്ഞു മോനെ, ഡോക്ടറിന് പ്രതീക്ഷയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എൻ്റെ നിയോഗങ്ങൾ എഴുതിയ സമയത്തായിരുന്നത്. ഞാൻ അവൻ്റെ നിയോഗമായിട്ട് ഞാനതിൽ എഴുതി ചേർത്തു, ബ്ലസ്സന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കണമെന്നുള്ളത്. അപ്പം അത് ഞാൻ മുന്നോട്ട് പോയി. പിറ്റേന്ന് തന്നെ ഞാൻ അവനെ കാണാൻ പോയി. പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തോ അവന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ച് അങ്ങോട്ട് ഇറക്കിയ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാനായി നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ല, വ്യക്തിപരമായിട്ട് പരിചയമില്ല, എൻ്റെ നാട്ടുകാരനല്ല, എൻ്റെ ബന്ധുവല്ല, ഒന്നുമല്ലാത്ത ഒരു അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടി അവൻ്റെ രോഗത്തിൽ അവനെ താങ്ങാൻ ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്നെ അവർ നിയോഗിച്ചു, മാതാവിനെ നിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാനൊക്കും. അങ്ങനെ ഞാൻ അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അവൻ്റെ ഓരോ കാര്യങ്ങളിലും, അവൻ്റെ ധനസഹായത്തിന് ഓരോ കാര്യങ്ങൾക്കാണേലും ഞാൻ മറ്റുള്ളവരോട്, അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള
അങ്ങനെ പോകാനുള്ളൊരു ത്രാണിയൊന്നും ഇല്ല ആ അമ്മയ്ക്ക്. എങ്കിൽ പോലും ഞാൻ റോഡിൽ നടന്ന് അവന് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് യാചിക്കുകയും അവന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്ന കാര്യത്തിനൊക്കെ ഞാനും നടന്നു. പിന്നെ അവന് ഏറ്റവും ലാസ്റ്റിൽ കൗണ്ട് കൂടിയ സമയത്തും 2 ലക്ഷം രൂപയുടെ മരുന്ന് വേണമായിരുന്നു. അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ എന്ത് ചികിത്സ കൊടുത്തെന്ന് പറഞ്ഞാലും കർത്താവിന് അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച അവൻ ദൈവസന്നിധിയിലോട്ട് ചേർക്കപ്പെട്ടു. ഞാൻ അവന് വേണ്ടി ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടതാണ്. ഫണ്ടിൻ്റെ കാര്യത്തിലും അവൻ്റെ ചികിത്സയുടെ കാര്യത്തിലും ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം വേറെ ആരുമില്ല സഹായിക്കാൻ, ഒരു മനുഷ്യരില്ല. അവന് വേണ്ടി ഒത്തിരി നമ്മൾ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഇന്നവന് കർത്താവിൻ്റെ കൂടെ ആ ഭവനത്തിലുണ്ട്. ഇന്നവൻ്റെ 7ാം ദിവസമാണ് അവൻ മരിച്ചിട്ട്. ഇന്ന് ദൈവസന്നിധിയിലോട്ട് അവൻ പോയിട്ട് ഇന്നവിടെ നാട്ടിൽ അവർ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേങ്കിലും കർത്താവ് അവനെ ഞാൻ കൊണ്ടുപോയതാണ്. അവന് ലാസ്റ്റ് ടൈമിലൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. അവൻ്റെ കൗണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ടായി. എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ കാര്യമാണ്. എൻ്റെ അച്ചാച്ചന് ബിടെക് കഴിഞ്ഞു. അതിനുശേഷം ഒരു ജോലിക്ക് പോയി. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഗൾഫിലോട്ടൊരു ജോലി വേണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. എൻ്റെ അച്ചാച്ചന് ഒരു ജോലിക്ക് വേണ്ടി ഞാനും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. നിയോഗം എഴുതിയ കൂട്ടത്തിൽ വെച്ചു. ഒരിക്കലും GCC എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അച്ചാച്ചന് ജോലി കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് അച്ചാച്ചൻ ഓരോ വട്ടം പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഒരു വട്ടം ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനും കൂടെ പോയി. ഇൻ്റർവ്യൂ നടക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ അച്ചാച്ചൻ തിരിച്ചു പോകുമ്പോൾ പാസ്പോർട്ട് അവർ വാങ്ങണം, എൻ്റെ അച്ചാച്ചന് ജോലി കിട്ടണമെന്ന്. കർത്താവിൻ്റെ വലിയൊരു കരം അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാം. എൻ്റെ അച്ചാച്ചൻ്റെ പാസ്പോർട്ട് അവർ വാങ്ങി. അച്ചാച്ചൻ 2 ആഴ്ച മുമ്പ് സൗദിയിലേക്ക് പോയി. ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുന്നു. എൻ്റെ പപ്പായും അമ്മയെ സംബന്ധിച്ച് വലിയൊരു വിഷമമായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെയും കാര്യം. അത് നടന്നു. എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. പിന്നെ എൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങളും, ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. ജപമാല ചൊല്ലുന്നതിനെ പറ്റിയോ ജപമാലയിലുള്ള കാര്യങ്ങളെ പറ്റിയോ എനിക്ക് അത്ര വ്യക്തമായ ബോധ്യമില്ല. കൃപാസനത്തിലെ ഈ ചൊവ്വാഴ്ചകളുടെ ധ്യാനത്തിലൂടെ ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പാലിക്കാൻ പഠിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനും അനുകമ്പ തോന്നുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ പലരോടും പറയും, ഈ പ്രയോറിറ്റി നമ്പർ 1 ആയിരുന്ന എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പ്രയോറിറ്റി നമ്പർ 2 ആക്കി. എൻ്റെ ബ്ലസ്സൻ്റെ കാര്യമാണ് ഞാൻ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ കാര്യം അവൻ്റെ ജീവിതത്തിലും പ്രവർത്തിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവൻ്റെ ഓരോ കാര്യത്തിലും അവനെ മുന്നോട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ കരം ഞാൻ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് പോകുമ്പം അവനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന തൈലം പൂഴ്ചി ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും അവന് ദൈവം വിധിച്ചിരുന്ന ഒരു വിധി വേറൊന്നാണ്. എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി നിൽക്കുവാൻ തമ്പുരാൻ തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 2022 ഒക്ടോബർ 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അതിന് 2 മാസം മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. എനിക്ക് അതിഭയങ്കരമായ നടുവേദനയായിരുന്നു. എനിക്ക് 3ാമത്തെ കുഞ്ഞുണ്ടായി. ഇതിന് ശേഷം എനിക്ക് കുഞ്ഞിനെ എടുക്കാനോ അവനെ ഓമനിക്കാനോ ഒന്ന് മുട്ടുകുത്തിയിരിക്കാനോ വണ്ടിയിൽ യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ അസുഖം ഭയങ്കരമായിട്ട് കൂടി. ഡോക്ടേഴ്സ് ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത്, നടുവിന് സ്ക്രൂ ഇടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു ICU നേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ് ആയുർവേദവും കൂടാലോപ്പതി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവിടെ ഒരു കുഞ്ഞ് അൾത്താര ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അച്ഛന്മാരൊക്കെ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റി. കാരണം ഞാൻ 2014 തൊട്ട് കുർബാനയിലൊന്നും പങ്കെടുക്കത്തില്ലായിരുന്നു. ഡ്യൂട്ടിയാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് കുർബാനയുടെ മഹത്വം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ആ കുഞ്ഞ് ആൾക്കാരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോ, എനിക്ക് കുഞ്ഞിനെ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ എനിക്ക് നിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താനുള്ളൊരു കൃപ തരണേ എന്ന്. ഈശോ ആ പ്രാർത്ഥന കേട്ടു. ദുബായിൽ നിന്ന് തന്നെ ഒരു ചേച്ചി ഒരു കൃപാസന പത്രവുമായിട്ട് ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് ആ പത്രം തന്നിട്ട് ഞാൻ ആ പത്രം ഒന്നും മൈൻഡ് ചെയ്തില്ല. ബാഗിൽ ഇതുപോലെ ചുരുട്ടി കൂട്ടിയിട്ടു. കാരണം എനിക്ക് സാക്ഷ്യത്തിലൊന്നും ഒട്ടും വിശ്വാസമില്ലായിരുന്നു. സാക്ഷിയൊക്കെ എല്ലാം പൊള്ളയാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അതുപോലെ കൃപാസനമൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ അങ്ങനെ ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. അപ്പം ആ പത്രമൊക്കെ ഞാൻ ഇട്ടിട്ട്
ഫുള്ള് കഴുത്തിന് താഴെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. എന്നിട്ട് ഞാൻ ദുബായിൽ പോയത് തന്നെ വീൽ ചെയറിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് വീൽ ചെയറിലാണ് ദുബായിലെത്തിയത്. പക്ഷേ അന്ന് ഫ്ലൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ദുബായിൽ ഇറങ്ങാൻ പോലും പറ്റിയില്ല. കാരണം ഞാൻ പരിശുദ്ധ അമ്മയുടെ പത്രം നാട്ടിയിട്ടിട്ടാണല്ലോ വന്നത്. അങ്ങനെ മസ്കറ്റിലൊക്കെ പോയി കുറേ നേരം കിടക്കേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ വീണ്ടും ദുബായിലെത്തി പ്ലാസ്റ്റർ അഴിക്കണ ദിവസം എനിക്ക് പ്രസവ വേദനയേക്കാൾ അതികഠിനമായ വേദന. ഞാൻ ഓർത്തു എൻ്റെ ജീവിതം പോയി, ഞാനൊരു കിടക്കയിലായിപ്പോയെന്ന്. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി പേടിച്ചു. എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ആൻറ്റി എനിക്ക് ഓർമ്മയുണ്ട്, ഓടി നടന്ന് എൻ്റെ ചുറ്റും കാല് തിരുമുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി. എനിക്ക് ഈശോനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പരിശുദ്ധ അമ്മേനെ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ പരിശുദ്ധ അമ്മയുള്ള ഒരു ചർച്ചിൽ വളർന്നതല്ല. ഒരു മർത്തോമക്കാരിയായിരുന്നു. കല്യാണത്തിന് ശേഷം മാത്രമാണ് മാതാവുള്ള ഒരു ഇതിൽ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. എൻ്റെ ചർച്ചിൻ്റെ പേര് സെൻറ്റ് മേരീസ് എന്നാണെന്നുണ്ടെങ്കിലും ആ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ ഒരു മൃദുലമായ സ്വരം ഞാൻ കേട്ടു, കുഞ്ഞെ നീ എന്നെ മറന്നോന്ന്. കാരണം എനിക്ക് മൂന്നാമത്തെ കുഞ്ഞായത്. എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ നേർച്ച കാഴ്ചകളിലെ മാതാവിലെ എല്ലാത്തിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇതൊക്കെ വെറും പൊള്ളയാണെന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. നേരിട്ട് ഈശോനോട് സംസാരിക്കത്തില്ല എന്ന്. എന്നാൽ മാതാവ് എന്നെ ഓർമ്മപ്പെടുത്തി തന്നു. ഞാൻ അമ്മ മാതാവിനോട് എൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞു. ഈശോയോട് തെറ്റ് ഏറ്റു പറഞ്ഞു. ഈശോയുടെ അമ്മേനെ ഞാൻ ഉപേക്ഷിച്ചതിന് തെറ്റ് ഏറ്റു പറഞ്ഞു. എനിക്ക് ഒത്തിരി കളിയാക്കലുകളൊക്കെ കിട്ടി. കാരണം ഞാൻ പോണ വഴി ശരിയാണോ എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഈശോ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാന് കൊടുത്തതുപോലെ എൻ്റെ കയ്യിൽ തന്ന അമ്മയാണ്. ഇനി ഞാനിതിനെ കളഞ്ഞു കുടിക്കില്ലെന്ന് ഞാൻ ഈശോയോട് വാക്ക് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കളഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അത് തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. 2022 ഓഗസ്റ്റിലെ പത്രമായിരുന്നു അത്. ആ പത്രം ഈശോ കടലുകൾ കടത്തി എനിക്ക് വീണ്ടും ആ പത്രത്തിൻ്റെ സെയിം പതിപ്പ് തന്നെ എൻ്റെ കരത്തിലെത്തിച്ചു. ഞാനത് ആർത്തിയോട് വായിച്ചു. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എൻ്റെ വേദനകൾ കുറയാൻ തുടങ്ങി. അങ്ങനെ നവംബർ 1 2022 നവംബർ 1 ഞാൻ ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ അൾത്താരയിൽ പറഞ്ഞു, ബെൽറ്റ് ഇട്ട് ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വ്യക്തിനെ ഈശോ സൗഖ്യമാക്കുന്നെന്ന്. പക്ഷേ എന്നെ നോക്കിയ വൈദ്യന്മാരെല്ലാം പറഞ്ഞതാ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ബെൽറ്റ് ഇടണമെന്ന്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒത്തിരി കരഞ്ഞു. എന്നിട്ട് കരഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് പോയി. അപ്പം വീണ്ടും ഉറപ്പിക്കുന്ന പോലെ എനിക്ക് ആ പത്രം തന്ന ചേച്ചി വീണ്ടും അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അത് ഞാൻ വീണ്ടും കേട്ടു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ബെൽറ്റ് ഊരാൻ ഭയങ്കര പേടി. പക്ഷേ ഞാൻ വീണ്ടും ബെൽറ്റ് ഇട്ട് നടക്കുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര വേദനയാണ്. ഞാൻ വളഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ബെൽറ്റ് ഉപേക്ഷിച്ചു. എനിക്ക് ഇന്ന് വരെ വീണ്ടും ബെൽറ്റ് ഇട്ട് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു നല്ല വാഹനം വേണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈശോട് പറഞ്ഞു, അമ്മ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ലോണൊന്നും ഇല്ലാത്തൊരു നല്ല വാഹനം വേണം. കാരണം എൻ്റെ ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഈശോയും അമ്മ മാതാവും എനിക്കത് തന്നു. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് പള്ളി. പക്ഷെ ഞാനത് തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല 2014 തൊട്ട് ദുബായിലുണ്ടെങ്കിലും. പക്ഷേ ഇന്ന് എനിക്ക് എന്നും പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോകാൻ, കുർബാനയുള്ള സമയങ്ങളിലെല്ലാം കുർബാനയ്ക്ക് കൂടാൻ, അല്ലെങ്കിൽ ആൾത്താരെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ, കുറച്ച് സമയം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ജപമാല അറിയില്ലായിരുന്നു. ഞാൻ ജപമാല പഠിച്ചു. ജപമാല എത്ര നേരം മുട്ടുകുത്തി ചൊല്ലിയാലും എനിക്ക് ഒരു നടുവേദനയും വരത്തില്ല. ഞാൻ അകണ്ട ജപമാല വരെ ഞാൻ ഫുള്ള് ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും ഞാൻ മുട്ടുകുത്തി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇവിടുന്ന് ഞാൻ പിന്നെ 2023 വന്ന് ജൂൺ 23 വന്ന് ഉടമ്പടി എടുത്തു. അപ്പം കുറച്ച് പത്രം മാത്രമേ എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ പത്രം തീരുമ്പോൾ ഒക്കെ മാതാവിനോട് പറയും, മാതാവ് എൻ്റെ കയ്യിലെ പത്രം തീർന്നു പോയി, എനിക്ക് മറ്റു വ്യക്തികൾക്ക് കൊടുക്കണമെന്ന്. അപ്പം ഒരു പക്ഷേ എൻ്റെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ അറിയാത്ത കുറേ പേര് ഉപേക്ഷിച്ച പത്രങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങളൊക്കെ ആയിരിക്കും, പ്രഗ്നൻസിയൊക്കെ ആയതുകൊണ്ട് അതെല്ലാം മേടിച്ച് കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ദുബായ് പള്ളിയിൽ ഉപേക്ഷിച്ച് കിടക്കുന്ന പത്രങ്ങൾ അതെല്ലാം എനിക്കറിയാം, അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് വേസ്റ്റിലോ എവിടെയെങ്കിലും ആയിരിക്കും അവരിടുന്നത്. അപ്പം ഞാനതെല്ലാം എടുത്ത് എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ ഓർക്കും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ ബൈബിൾ എൻ്റെ ബാഗിൽ കാണും. അത് കുഞ്ഞു ബൈബിളല്ല, ഈ കൈ പിടിച്ചിരിക്കുന്ന ബൈബിൾ ഞാൻ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ഞാൻ എപ്പോഴും മാതാവിനോട് നന്ദി ഈശോയോടും പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് ഈശോയുടെ സാക്ഷിയായിട്ട് ഈ ബൈബിൾ പിടിച്ച് നടക്കണം. അതുപോലെ ആ പത്രങ്ങളൊക്കെ കൊടുക്കാനും ആരും ഉപേക്ഷിച്ചാലും ചിലപ്പോൾ ഷൂറാക്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ പത്രങ്ങൾ കാണാറുണ്ട്. അത് അർഹതപ്പെട്ടവരുടെ അടുത്ത് വെറുതെ കൊടുക്കുന്നതല്ല, ഞാൻ ഈശോ എനിക്ക് കാണിച്ചു തരുന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അതുപോലെ തന്നെ ഒരു നല്ല കൂട്ടായ്മ ആഗ്രഹിച്ചു. മാതാവ് എനിക്കത് തന്നു. ജപമാലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല കൂട്ടായ്മ എനിക്ക് മാതാവ് തന്നു. അതുപോലെ തന്നെ വിശുദ്ധ ബലിയുടെ മഹത്വം എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു. ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കുറേ പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കണ ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ വീട്ടിൽ ആരും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ മാതാവിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ വരുമ്പോൾ ഞാൻ കുറേ പേരെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷെ ആരും വന്ന് സാക്ഷ്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന്. പക്ഷേ അമ്മ ആ പ്രാർത്ഥന കേട്ടു. എൻ്റെ കൂട്ടുകാരികൾ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഇത്രത്തോളം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അന്ത്യത്തോളം നിത്യതയിൽ യേശുവിൻ്റെ അടുത്ത് എത്തുവോളം ഈ ഉടമ്പടി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബമായി മാതാവ് അതിനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ആമേൻ.